ഈശോയുടെ തിരുരക്തത്തിന്റെ തിരുനാൾ ആചരിച്ച് ജെറുസലേമിലെ വിശ്വാസികൾ ജൂലൈ 1-ാം തീയതി ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിന്റെ തിരുനാൾ ആഘോഷിച്ച് ജെറുസലേമിലെ കത്തോലിക്ക സഭ. ക്രിസ്തു രക്തത്തുള്ളികൾ വിയർക്കുകയും ഒരു മാലാഖ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ബസിലിക്ക ഓഫ് ആഗണയിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. വിശുദ്ധ കുർബാനയോടെ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു. ബസിലിക്ക ഓഫ് ആഗണി ദേവാലയത്തിനുള്ളിൽ ഒരു വലിയ പാറയുണ്ട്. അവിടെ പെസഹ ഭക്ഷണത്തിനു ശേഷം ഈശോ എത്തുകയും രാത്രിയിൽ പ്രാർത്ഥിക്കുകയും രക്തം വിയർക്കുകയും ചെയ്തു. താൻ സഹിക്കാൻ പോകുന്ന എല്ലാ പീഡകളെയും പ്രതി തീവ്രമായ വേദന ഈശോ അനുഭവിച്ചത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നുവെന്നും പാരമ്പര്യം സൂചിപ്പിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായ വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ വിശുദ്ധ ഭൂമിയുടെ കസ്റ്റസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ ഈ പുണ്യസ്ഥലത്ത് ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിന്റെ പ്രതീകമായി പാറയിൽ ചുവന്ന റോസാദളങ്ങൾ വിതറി. ക്രിസ്തുവിന്റെ രക്തം സ്നേഹത്തിൽ നിന്നും അനന്തമായ സ്നേഹത്തോടെയും നൽകപ്പെട്ട അവന്റെ ജീവിതമാണ്. അതിനാലാണ് അത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്താൻ അത് പ്രാപ്തമാകുന്നത്. വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ പറഞ്ഞു. 9-ാം പിയൂസ് പാപ്പ ആരംഭിച്ച ഈ ആചരണം 1969-ലെ ആരാധനക്രമ പരിഷ്കരണത്തോടെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആഘോഷം പ്രത്യേക അനുമതിയോടെ ജെറുസലേമിൽ മാത്രം ജൂലൈ 1-ാം തീയതി ആഘോഷിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കത്തോലിക്കർ കോർപ്പസ് ക്രിസ്റ്റിയുടെ മഹത്തായ ആഘോഷത്തോടൊപ്പം തന്നെയാണ് കർത്താവിന്റെ തിരുരക്തത്തിന്റെ മഹത്വവും അനുസ്മരിക്കുന്നത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.